അസ്സലാമുഅലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയും കുടുംബശ്രീ മിഷനും കൂടി ചേർന്ന് നടത്തുന്ന വള്ളുവനാടൻ അടുക്കള പെരുമ എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ കുടുംബശ്രീ അതുപോലെ അയൽക്കൂട്ടമൊക്കെ തമ്മിൽ പെണ്ണുങ്ങൾ നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റാണ് കേട്ടോ. അവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെയിൽ ചെയ്യുക, ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം, അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. കപ്പ കൊണ്ടാട്ടം, അയക്കുള്ള ചമ്മന്തി, പിന്നെ കഷ്ണമീൻ കറി, പിന്നെ ഇത് പത്തിരിയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയാണ്. പിന്നെ ഇത് മത്തിക്കറി, പിന്നെ ഇത് ചിക്കൻ കറി, ചിക്കന്, പിന്നെ പത്തിരി ഉണ്ടാക്കുന്നു. പാലട പായസം, ഉണ്ണിയപ്പം, അട, ഇലട, പിന്നെ ഗോതമ്പ് പായസമാണ് എടുത്തത്. ഇത് ഗോതമ്പ് പായസം. അങ്ങാടിപ്പുറം ഇറാന്തോട്. ഇത് നെല്ലിക്കേൻ്റെ ജ്യൂസ് 7 ഐറ്റം ഉണ്ട്. പിന്നെ പലവിധ ഫ്രഷ് ജ്യൂസുകളാണ്. നെല്ലിക്ക തന്നെ നമ്മൾ ഹണിബെറി, കൂൾബെറി, ഡയബറ്റിക്, സ്വീറ്റ്, ഷുഗറൊക്കെ ഉള്ളവർക്കാണ് ഈ ഡയബറ്റിക് ഉപയോഗിക്കാനായിട്ടാണ്. അങ്ങനെ 7 ഐറ്റം ജ്യൂസുകളാണ്. നമ്മൾ മലപ്പുറം നഗരസഭയിൽ നിന്ന് 34-ാം വാർഡ് സ്പിന്നിംഗ് മില്ല്. ഷെരീഫ. എൻ്റെ പേര് ഷെരീഫ, ഇവര് റസിയാത്ത, ഇവരുടെ പേര് അസ്മാബി. ഇത് ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ ചീറിപ്പാഞ്ഞത്, ഇത് ചതിക്കാത്ത സുന്ദരി, ഇത് തട്ടുദോശ. ഇത് 3 ഐറ്റംസാണ് നമ്മളടുത്ത്. ഞങ്ങൾ വണ്ടൂർ പഞ്ചായത്ത്, വണ്ടൂർ CDSൻ്റെ കീഴിലാണ്. ഞങ്ങൾ ജനകീയ ഹോട്ടലാണ് വാണിയമ്പലം. ഞങ്ങളത് ഉള്ളി ചിക്കൻ, അതേപോലെ പുട്ട്, 3 തരമല്ല 5 തരം പുട്ടാണ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയത്. 3 തരമുണ്ട്. അതിലൊന്ന് സാദാ പുട്ട്, ഇത് ചെമ്പ, ഇത് പിന്നെ റാഗി പുട്ട്, പിന്നെ ഉള്ളി ബീഫ്, പിന്നെ ബീഫിൻ്റെ കറി, ഇത്രയും. പിന്നെ പപ്പടം, പഴം, അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിഭവങ്ങൾ. ഞങ്ങൾ ചേലാപ്പുറ പഞ്ചായത്തിലെ യൂണിറ്റാണ് മലബാർ V1. ഞങ്ങളിവിടെ ചെയ്യുന്നത് ചായ സ്നാക്സാണ്. പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, അതായത് മലബാറിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. കിളിക്കൂട്, പഴം നിറച്ചത്, ഉന്നക്കായ, പിന്നെ പഴംപൊരി, പൊക്കവട, കോളിഫ്ലവറിൻ്റെ പൊക്കവടൻ്റെ റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ്. ചിക്കൻ കട്ട്ലറ്റ്, അങ്ങനെയുള്ള പല വെറൈറ്റി, പിന്നെ ഉന്നക്കായ, ചട്ടിപ്പത്തിരി, തരിപ്പളമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാ വിഭവങ്ങളും ഇവിടെ പ്രസൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടുകാരും വരിക ഫാമിലി ആയിട്ട്. പേര് നുസ്രത്ത്, ജനതാ കഫേ, പൊന്മള പഞ്ചായത്ത്. ഇവിടെ മലബാർ വിഭവങ്ങളാണ്. മലബാർ ദം ബിരിയാണി, കരിഞ്ചീരകക്കോഴി ബിരിയാണി, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, കുഞ്ഞിത്തലേണ, ചിക്കൻ ചീറിപ്പാഞ്ഞത്, കാടമുട്ട റോസ്റ്റ്, എല്ലാ ഐറ്റംസ്, എല്ലാ വിഭവങ്ങളും. കാട്ടറി പഞ്ചായത്തിൽ നിന്ന് സ്വീറ്റ് പീസ്, ഞങ്ങളെ സംരംഭത്തിൻ്റെ പേര് സ്വീറ്റ് പീസാണ്. കുഴിമന്തി, പിന്നെ ഫ്രൈഡ് റൈസും, പിന്നെ ചിക്കൻ ഫ്രൈ. സീനത്താത്തേട്ടോ ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചു വാങ്ങി തന്നത് അസീനത്താത്തേ. ഞങ്ങൾ അയൽവാസിയാണ് കേട്ടോ. ഇത് ബോക്സ് ഷവർമ, സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ കട്ട്ലേറ്റ്, ഫിഷ് കട്ട്ലേറ്റ്, വെജിറ്റബിൾ റോള്, ഷവർമ, അണ്ടിപ്പുട്ട്. എൻ്റെ പേര് നൂർജഹാന്, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലാണ്. ഇത് ചിക്കൻ പൊള്ളിച്ചത്, അത് ചിക്കൻ കബാബ്, ഇത് നെയ്പ്പത്തൽ, വട്ടൂര, പിന്നെ ചിക്കൻ പൊള്ളിച്ച തന്നെയാണത്. കാബൂളി റൈസ്, ചിക്കൻ കൊണ്ടാട്ടം. വെറൈറ്റി മലപ്പുറം തന്നെയാണ്. മലപ്പുറം. മങ്കട, കടന്ന മണ്ണ, ഇത് റഷ്യൻ കബാബ്, ഇതോ ഇല്ലത് ഇപ്പം ഉണ്ടാക്കുന്നത്. ബുദ്ധ റൈസ്, ഇറാനി സാൻഡ്വിച്ച്. എൻ്റെ പേര് റജീന, ഞാൻ മലപ്പുറം മുണ്ടുപറമ്പിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ കേക്ക്, ചോക്ലേറ്റ് ഒക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് കൊണ്ടുവരികയാണ്. ഡോനട്ട് ഉണ്ട്, കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബേസാണത്. പിന്നെ കപ്പ് കേക്ക്, ചോക്ലേറ്റ്, ഡോനട്ട് പറഞ്ഞില്ലേ, ഡോനട്ട്. സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ജാഫർ, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. ഈ ഫുഡ് ഫെസ്റ്റ് കുടുംബശ്രീ കുറേ കാലങ്ങളായിട്ട് നടത്തുന്നതാണ്.
ഇവിടെ വള്ളുവനാടൻ അടുക്കള പെരുമ എന്നുള്ള രീതിയിലാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത്. നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ, മലബാറിൻ്റെ തനി നാടൻ വിഭവങ്ങൾ, വള്ളുവനാടൻ വിഭവങ്ങൾ ഇവിടെ വിളമ്പുകയാണ്. ഇത് ഒരു ആഘോഷമാണ്. ഇവിടെ വിൽപ്പന നടക്കുന്നുണ്ട്, ആഘോഷം നടക്കുന്നുണ്ട്. നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, നമ്മൾ തനി നാടൻ വിഭവങ്ങൾ, ഇവിടെ നെയ്ച്ചോറ് എല്ലാ സാധനങ്ങളും ഉണ്ട്. വിവിധ കോഴി വിഭവങ്ങൾ, നെയ്ച്ചോറ്, നെയ്പ്പത്തിരി, അങ്ങനെ ധാരാളം, പിന്നെ തേങ്ങാച്ചോറ്, ബീഫ്, അങ്ങനെ വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഇവിടെ ഈ മേളയിൽ കിട്ടും. നമ്മുടെ കറി പൗഡറുകൾ, അതുപോലെ തന്നെ മറ്റ് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഇത് കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആളുകളുടെ ഈ ഉൽപ്പന്നങ്ങളെ വിപണനം നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുമ്പോൾ ആളുകൾ അതിനനുസരിച്ച് ആളുകൾ വരും. ഇന്നിവിടെ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ഷാജി അവർകളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. 24-ാം തീയതി നമ്മുടെ മന്ത്രി വരും, അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഇവിടെ സന്ദർശിക്കും, അതുപോലെ തന്നെ DMO ഇവിടെ സന്ദർശിക്കും, അതുപോലെ തന്നെ സബ് കളക്ടർ ഇവിടെ വരും. അങ്ങനെ വിവിധ അതിഥികൾ വരും. കലാപരിപാടികളുണ്ട്, വിവിധ മത്സരങ്ങൾ ഇവിടെ, മൈലാഞ്ചി മത്സരം, കേക്ക് ഫെസ്റ്റ് തുടങ്ങിയ മത്സരങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എല്ലാ ആളുകളും പങ്കെടുക്കണം. ഇത് നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ അവർക്ക് ജോലി നൽകാൻ, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ, പുതിയ ആളുകളെ പരിചയപ്പെടുത്താൻ ഇതിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ സഹകരണം വളരെയധികം വലുതാണ്. നഗരസഭ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭ ഷാജി ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള ടീമോട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിത്യം കലാപരിപാടികളുണ്ട്, നല്ല ഭക്ഷണങ്ങളുണ്ട്. എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം. ഇത് ഞങ്ങളെ കൂട്ടുകാരികളാണ്. ഞങ്ങൾക്ക് ട്രെയിനിങ് ക്ലാസ്സിൽ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എവിടെ മേള നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരും, പങ്കെടുക്കും. എന്ത് പരസ്പരം അങ്ങോട്ടുള്ള സഹായത്തോടു കൂടി ചെയ്യുന്നു. ഇപ്പം പത്തിരി പരത്തിനേക്ക് തുണക്കുന്നതാ. ഇയാൾ പോക്കാറ്റി പഞ്ചായത്ത്, ഞാൻ മൂർക്കനാട് പഞ്ചായത്ത്. പീസ് സംരംഭത്തിൻ്റെ പേര്. ചെറിയ ഓർഡർ കേക്കൊക്കെ ചെയ്യാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ വേണ്ട ഫുഡ് ഓർഡറിനനുസരിച്ച് നമ്മളോട് പറയണേ നമുക്ക് പറ്റുന്നൊക്കെ ഉണ്ടാക്കും. ചെറിയ പരിപാടിക്കൊക്കെ, വലിയ പരിപാടിക്കൊന്നുമില്ല, ചെറിയ പരിപാടിക്ക് ഒരു 50 ആൾ വരെയൊക്കെയുള്ള പരിപാടി. പിന്നെ വലിയതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി കുറേ സംഭവങ്ങളൊക്കെ വാങ്ങണ്ടേ, അതുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞു. ചെറിയ രീതി ആദ്യം കേക്കൊക്കെ മാത്രമായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിലർക്ക് പിന്നെ നമ്മളെ മെഡിക്കൽ അവിടേക്കൊക്കെ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അതേപോലെ ചെറിയ ഇപ്പോൾ ഇവിടുത്തെ നന്ദിലത്ത് അങ്ങനെ ഒരുപാട് സ്ഥലം വാങ്ങും. പിന്നെ ഇവിടെ മെഡിക്കൽ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒക്കെ അങ്ങനെ ഫുഡും കൂടെ അതിൻ്റെ കൂടെ കാണലുണ്ട്. ഞങ്ങളെ മോളൂസിനെയൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമാണ് അറിയാം. ഇപ്പം അധികം കാണലുണ്ട്. തട്ടിക്കുട്ടി ദോശ എല്ലാതും ഉണ്ട്. കുറേ മൈസൂർ ദോശ, കല്ലി ദോശ, ഒരുപാട് ഐറ്റംസുകളുണ്ട്. 6 ആളുണ്ട്. ഉഷാറാവട്ടെ. പിന്നെ കോഴിയുടെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അച്ചാറും അങ്ങനത്തെ. പിന്നെ മസാലപ്പൊടികളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്. ജാമുകളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ സ്ത്രീകൾ അവിടെ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. ജാമുണ്ട്, അച്ചാറുണ്ട്, എല്ലാവിധ മസാലകളും ഉണ്ട്. ചിക്കൻ മസാല, ബീഫ് മസാല, സാമ്പാർ മസാല, പിന്നെ മുളക് പൊടികൾ ഒക്കെ ഹോം മെയ്ഡായിട്ട് കഴുകി ഇതാക്കി അവിടുന്ന് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ ഫസ്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ അതിൽ കൂടി ഇങ്ങനെ വന്നതാണ്. അവിടെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനായിട്ട് സ്ഥലം കുടുംബശ്രീയുടെ കെയറോഫിലെല്ലാം ചെയ്യുന്നുണ്ട്. കോഴിയുടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അറിയാം. അങ്ങനെ അല്ലാതെ കേക്ക് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.